തൃശൂർ പോട്ട ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിലായി. ചാലക്കുടി ആശാരിക്കോട് സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. 36 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ധരിച്ചിരുന്ന ഷൂസാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. മോഷണത്തിന് ശേഷം 3 തവണ പ്രതി വസ്ത്രം മാറി. ആർഭാട ജീവിതത്തിനായി ചെലവഴിച്ച തുക ഭാര്യയ്ക്ക് തിരികെ നൽകാനാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാള് പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നത്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ല. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല, കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വയ്ക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചക്കാലത്തെ ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത് അയാൾ പറയുന്നത്. കൊള്ളയടിച്ച തുകയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. മോഷ്ടിച്ചെടുത്ത തുക പ്രതി ചെലവഴിക്കാൻ തുടങ്ങിയെന്നും പോലീസ് വിശദീകരിച്ചു. തൃശൂർ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ചാലക്കുടി ബാങ്ക് കൊള്ളയിലെ പ്രതി പിടിയിലായ വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിലെ തുടർ നടപടികൾ? വരദ, പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ നടപടികളടക്കം പൂർത്തീകരിച്ച് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ന്യൂസ് മലയാളം ആ വാർത്ത അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചു. 2 ദിവസത്തിലേറെയായി പോലീസുകാരെ വലച്ചത്. ഈ പ്രതിയെ കണ്ടെത്തുന്നതിനായി ചില നിർണായക സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും ഈ പോലീസുകാരെ വലച്ചത് ഇത് വെരിഫൈ ചെയ്ത് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു. അതിനോടകം തന്നെ 100-ലധികം പരിശോധനകൾ വ്യത്യസ്ത കാര്യങ്ങളിലായി നടത്തി പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടുകൂടി, മാസങ്ങൾ നീണ്ട ആസൂത്രണത്തോടുകൂടിയുള്ള കവർച്ചയാണ് പ്രതി നടത്തിയത്. ഇനി ഈ സംഭവത്തിൽ ദുരൂഹതയായി അവശേഷിക്കുന്നത് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രതിക്ക് ഈ പോട്ട ബാങ്കിലെത്തി കവർച്ച നടത്തുന്നതിനായി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനകളുമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ചാലക്കുടി CIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അല്പസമയങ്ങൾക്കകം ആരംഭിക്കും. പ്രതി പ്രധാനമായും തന്ത്രപരമായി നടത്തിയ നീക്കങ്ങൾ ഓരോന്നും പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ചില ആളുകളുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയും സംശയവും പോലീസിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തുന്നതിനായി ചോദ്യം ചെയ്യൽ നടത്തുക. നാളെ രാവിലെയായിരിക്കും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇയാൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നത് പ്രതിക്ക് മോഷണത്തിന് ശേഷം, കവർച്ചയ്ക്ക് ശേഷം തന്നെ പിടികൂടാനാവില്ല എന്നുള്ളതായിരുന്നു. പല വിധത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് പ്രതി മോഷണം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:13 പോട്ട ബാങ്കിലെത്തുന്നു. ജീവനക്കാരെല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന പിയൂണിനെയും ബാങ്ക് മാനേജരെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം 2 മിനിറ്റിനുള്ളിൽ ക്യാഷ് കൗണ്ടർ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന 47 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപ കവരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇത്രയും ഇയാൾ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം പ്ലാൻ വർക്കൗട്ടായി. പക്ഷേ പിന്നീട് നടന്ന നീക്കങ്ങളിലാണ് പോലീസിന് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും മറ്റും കിട്ടുന്നത്. ഈ പ്രതി രക്ഷപ്പെട്ട വഴി മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാൻ പോലീസിനായി. പ്രതി രക്ഷപ്പെട്ട വാഹനത്തെക്കുറിച്ച് കൃത്യമായ സൂചന കണ്ടു. അത് പ്രകാരമുള്ള വിവരങ്ങൾ അന്വേഷിച്ചു. TVS എൻടോർക്ക് സ്കൂട്ടറുകൾ തൃശ്ശൂരിൽ വിറ്റഴിച്ചത് 100-ൽ താഴെ മാത്രമാണ്. അതിൽ ചാലക്കുടിയിലുള്ള സ്കൂട്ടറുകൾ എത്ര, കോട്ടയടക്കമുള്ള പ്രദേശങ്ങളിൽ എത്ര സ്കൂട്ടറുണ്ട്, ഇതിൽ ആരെല്ലാമാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോഴും പോലീസിന് പ്രധാനപ്പെട്ട സംശയമായി നിന്നത് ഈ രക്ഷപ്പെടുന്ന പ്രതി 3 തവണ പല സ്ഥലങ്ങളിൽ വെച്ച് CCTV ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിൽ വെച്ച് വാഹനത്തിൽ നിന്നും ഡ്രസ്സ് മാറി, ജാക്കറ്റ് മാറി, 2 ടീഷർട്ടുകൾ മാറി, ഇത്തരത്തിൽ ഈ വസ്ത്രം മാറുന്നതിനൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തി. വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു പ്രതി ഉപയോഗിച്ചത്. അത് ആദ്യം തന്നെ മാറ്റി. അതോടൊപ്പം തന്നെ ഈ
ടൂ വീലറിൻ്റെ മിററുകൾ ഗ്ലാസുകൾ മാറ്റി വണ്ടിക്ക് നേരിയ തോതിൽ രൂപഭേദം വരുത്തി. പക്ഷേ ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുമ്പോഴും ഇയാൾ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള 2 നിർണായക നീക്കങ്ങളാണ് പോലീസ് പിന്നീട് നടത്തിയത്. CCTVകൾ കൃത്യമായി വിശകലനം ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി അവർ നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനം ഓടിച്ചു പോകുന്ന ആൾ വസ്ത്രം മാറിയെങ്കിലും വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെങ്കിലും ഈ ഷൂസ് മാറ്റിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. ഷൂസിന്മേലുള്ള അടയാളം നിർണായക തെളിവായി മാറി. അപ്പോഴും പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഷൂസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചു പോകുന്നയാൾ ഒരാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക, അത് മോഷ്ടാവാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി പോലീസ് നടത്തിയ അടുത്ത നീക്കം പോട്ട ബാങ്കിൽ നിന്നും ഈ വാഹനം പോയിട്ടുള്ള റൂട്ടിൽ സഞ്ചരിച്ചിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ എടുക്കുകയായിരുന്നു. ആ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ ഇതേ സ്കൂട്ടറിൽ സഞ്ചരിച്ചിട്ടുള്ള ഈ CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ വ്യക്തമായി കണ്ടിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച ഒരേ ഒരു സ്കൂട്ടർ ഇതാണെന്ന് വ്യക്തമാവുകയും ലെവിനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പോട്ട ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിക്കപ്പെട്ടു എന്ന നിർണായക വാർത്തയാണ് വരുന്നത്.